ഹായ് ആൾ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ മന്തിയുടെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഈ കാണുന്ന സ്പൈസസ് എല്ലാം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. ഇത് ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി പൊടികളായിട്ട് മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ കൂടെ ചേർക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1/2 കഷ്ണം തക്കാളിയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഇനി അത് നേരെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നേരത്തെ ചൂടാക്കി വെച്ച മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയൊരു കഷ്ണം സവാളയും അരിഞ്ഞു വെച്ച 1/2 കഷ്ണം ക്യാപ്സിക്കം കൂടെ ചേർക്കാം. ഇനി കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുക്കാം. 2 മാഗി ചിക്കൻ ക്യൂബ്സ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 കപ്പ് ഓയിൽ. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം ചേർക്കാൻ മറന്നതാണ്. 2 മണിക്കൂർ ആയിക്കഴിഞ്ഞാൽ ചിക്കൻ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ചോറുണ്ടാക്കാം. ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുരുമുളക്, പെരിഞ്ജീരകം, ഒരു ചെറിയ 1/2 കഷ്ണം അരിഞ്ഞു വെച്ച സവാള, 3-4 പച്ചമുളക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1/2 കഷ്ണം മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന അതിൻ്റെ ഗ്രേവി 3-4 സ്പൂണായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 20 മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. 2.5 കപ്പ് അരിയാണ്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന കണക്കാണ്. ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ചിക്കൻ മാത്രം എടുത്തിട്ട് വേറെ പാനിൽ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. ഈ ഗ്രേവി കുറച്ചൊന്ന് മാറ്റി വയ്ക്കണം. ചോറ് വെന്ത് കഴിഞ്ഞാൽ ചിക്കൻ കുക്ക് ചെയ്ത ഗ്രേവിയോട് കൂടിയുള്ള പാത്രത്തിലേക്ക് ചോറിട്ട് അതിൻ്റെ മുകളിലേക്ക് ചിക്കനും ആ മാറ്റി വെച്ച ഗ്രേവിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ദം ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ഫ്ലേവർ പാക്ഡ് ആയിട്ടുള്ള മന്തി റെഡിയാണ്. ഇതിൻ്റെ റൈസും ചിക്കനും ആ മസാലയും എല്ലാം കൂട്ടി കഴിക്കാൻ വേറെ ലെവൽ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.